ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വട്ടയപ്പം തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. നമ്മൾ അരി കുതിർത്തെടുക്കുമ്പോൾ 5-6 മണിക്കൂറൊക്കെ കുതിർത്തെടുക്കണം, എങ്കിലേ നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുതിർത്തെടുത്ത അരി മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ കളറിലുള്ള ഭാഗം പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ വട്ടയപ്പം നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പാകത്തിലുള്ള മധുരത്തിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. 6 ഏലക്ക പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് പൊടിച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഏലക്ക പൊടിച്ചെടുത്തോണ്ട് തന്നെ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വട്ടയപ്പം ഏറെ ടേസ്റ്റി ആക്കുന്നതിനായിട്ടുള്ള സീക്രട്ട് ചേരുവയായിട്ടുള്ള വെളുത്തുള്ളി ഞാൻ ഒരല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കണം. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല തരിയോട് കൂടി ആവരുത്, എന്നാൽ അധികം അരഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്കുള്ള ബാറ്റർ അധികം ലൂസായിട്ടോ എന്നാൽ അധികം തിക്കായിട്ടോ ആവരുത് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിങ്ങനെ മാവ് ഒഴിച്ച് വെക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ മാവ് പൊങ്ങി വരാനായിട്ട് അടച്ച് വെച്ച് മാറ്റി വെക്കണം. ഇനി നമുക്കിതൊരു 4 മണിക്കൂറിന് ശേഷം നോക്കാം. അങ്ങനെ ഏകദേശം 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനൊരു കടായിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് വട്ടയപ്പം റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കുക. നമ്മളിത് തയ്യാറാക്കുന്നതിനായി ഏത് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പാത്രത്തിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന പാത്രത്തിൽ പകുതി ഭാഗം മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ.
അങ്ങനെ ഈ കേക്ക് ടിന്നിൻ്റെ പകുതി വരെ മാത്രം ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ ഇറക്കി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്റ്റീലിൻ്റെ ഒരു റിങ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ റിങ്ങിന് മുകളിലായിട്ട് നമ്മൾ ബാറ്റർ ആക്കി വെച്ചിട്ടുള്ള ഈ ടിന്നിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇഡ്ഡലി ചെമ്പിലോ ഇഡ്ഡലി കുക്കറിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. ഇനി നമ്മൾ ഇറക്കി വെച്ച പാത്രം ഞാൻ ഒരടപ്പുകൊണ്ട് ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാനിതിങ്ങനെ ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മുഴുവനായിട്ടും അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിട്ടോ. നമ്മുടെ വട്ടയപ്പം കുക്കായിട്ടൊന്നുമില്ല. ഞാനിതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തുറന്ന് നോക്കുന്നത്. അങ്ങനെ ഞാനിതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഡെക്കറേഷനായിട്ട് ചെറി വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ കിസ്മിസോ ഒക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അങ്ങനെ ചെറി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനത് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും എടുക്കാം കേട്ടോ. ശേഷം നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത വട്ടയപ്പം കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്ത് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 വട്ടയപ്പങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മറക്കാതെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.